നമസ്കാരം. 88 ലക്ഷത്തോളം രൂപ തിരിമറി നടത്തിയ ലീഗ് നേതാവ് റിമാൻഡിൽ. കൽപ്പറ്റയിൽ പോക്സോ കോടതി ജഡ്ജിക്ക് നേരെ ചെരുപ്പേറ്. ഹണി ട്രാപ്പ് വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ എഫ്ഐആർ. ഗുജറാത്തിൽ പശുവിനെ കൊല്ലുന്നവർക്ക് ഇനി മുതൽ ജീവപര്യന്തം തടവ്. വേലക്കാരിയെ നിരീക്ഷിക്കാൻ സ്ഥാപിച്ച ഒളി ക്യാമറയിൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. പള്ളി കമ്മിറ്റിയുടെ 88 ലക്ഷത്തോളം രൂപ തിരിമറി നടത്തിയെന്ന പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത മുസ്ലിം ലീഗ് നേതാവിനെ കോടതി റിമാൻഡ് ചെയ്തു. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രവർത്തക സമിതി അംഗവും യൂത്ത് ലീഗ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ സാഹിറിനെയാണ് ചക്രക്കല്ല് പോലീസ് അറസ്റ്റ് ചെയ്തത്. പള്ളി കമ്മിറ്റിയുടെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. കണ്ണൂർ വലിയന്നൂർ പുറാത്തിൽ ജുമാ മസ്ജിദ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായിരിക്കെ 88 ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേട് നടത്തിയെന്ന പരാതിയിലാണ് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രവർത്തക സമിതി അംഗവും മണ്ഡല കമ്മിറ്റി ട്രഷററും യൂത്ത് ലീഗ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ KP സാഹിർ അറസ്റ്റിലായത്. 2010-2015 കാലയളവിലാണ് സാഹിർ പള്ളി കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചത്. വരവ് ചെലവ് കണക്കുകളിൽ കൃത്രിമം കാട്ടിയും ക്രമക്കേടുകൾ വരുത്തിയും തട്ടിപ്പ് നടത്തിയെന്നാണ് ആക്ഷേപം. ചാർട്ടേഡ് അക്കൗണ്ടന്റ്, വഖഫ് ബോർഡ് ഓഡിറ്റുകളിലും ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. ഇതേ കാലത്തെ പ്രസിഡന്റും ട്രഷററും കേസിൽ പ്രതികളാണ്. KP സാഹിറാണ് മുഖ്യപ്രതി. പുതിയ ഭരണസമിതി നൽകിയ പരാതിയെ തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരമാണ് ചക്കരക്കല്ല് പോലീസ് കേസെടുത്തത്. അന്വേഷണത്തിൽ ക്രമക്കേട് വ്യക്തമാവുകയും ചെയ്തു. ഇതേ തുടർന്നാണ് അറസ്റ്റ്. തലശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ സാഹിറിനെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കൽപ്പറ്റ പോക്സോ കോടതി ജഡ്ജിന് നേരെ ചെരുപ്പേറ്. പോക്സോ കേസിൽ ജയിലിലായിരുന്ന അറുമുഖൻ എന്നയാളാണ് ഷൂ എറിഞ്ഞത്. ജഡ്ജി പഞ്ചാബ് കേസിനെതിരെയാണ് ചെരുപ്പേറുണ്ടായത്. വിചാരണയ്ക്കിടെയാണ് പോക്സോ കോടതി ജഡ്ജിക്ക് നേരെ പ്രതി ചെരുപ്പൂരി എറിഞ്ഞത്. കൽപ്പറ്റയിലെ പോക്സോ കോടതിയിലാണ് സംഭവം. ചെരുപ്പേറിൽ പരിക്കേറ്റ ജഡ്ജി പഞ്ചാബ് കേശിനെ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകി. 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായ മേപ്പാടി കടത്തിക്കുന്ന് സ്വദേശി അറുമുഖനാണ് ജഡ്ജിയെ ആക്രമിച്ചത്. അറുമുഖന് ജഡ്ജി 25 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പ്രതി പ്രകോപിതനായത്. അറുമുഖത്തെ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. 2014 പ്രതി പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. പോക്സോ നിയമത്തിൽ ഇരട്ട നീതി നിലനിൽക്കുന്നതായി ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധവും നടക്കുന്നുണ്ട്. ഇതിനിടെയാണ് ജഡ്ജിക്ക് നേരെ ചെരുപ്പേറുണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. കരമല IS കേസിൽ 8 പേർക്കെതിരെ NIA കുറ്റപത്രം സമർപ്പിച്ചു. കേസിലെ പ്രതികളിൽ ഒരാളായ മുഹമ്മദ് ഫയാസിനെ മാപ്പുസാക്ഷിയാക്കി. മറ്റ് 8 പേർക്കെതിരെയും UAPA ചുമത്തിയിട്ടുണ്ട്. കണ്ണൂർ പാനൂരിനടുത്ത് കനകമലയിൽ ഒത്തുചേർന്ന് സംസ്ഥാനത്ത് വിവിധ ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടുവെന്ന കേസിലാണ് 8 പേർക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചത്. ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ്സിനോട് ആഭിമുഖ്യം പുലർത്തുന്ന മൻസീദ്, സ്വാലിഹ് മുഹമ്മദ്, റംഷാദ്, റഷീദ്, ജാസിം, ഷഹ്വാൻ, സജീർ, സുബാഹലി, ഹാജ മൊയ്തീൻ എന്നിവരെ അറസ്റ്റ് ചെയ്തത്. കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഫയാസിനെ മാപ്പുസാക്ഷിയാക്കിയ അന്വേഷണ സംഘം മറ്റുള്ളവർക്കെതിരെ UAPA ചുമത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 2 ജഡ്ജിമാർ, കൊച്ചിയിലെ മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ എന്നിവരെ വധിക്കാൻ സംഘം പദ്ധതിയിട്ടിരുന്നതായും കൊച്ചിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിലേക്ക് ലോറി ഇടിച്ചു കയറ്റി ആക്രമണം നടത്താനും തീരുമാനിച്ചിരുന്നതായും NIA കണ്ടെത്തിയിരുന്നു. UAPA ചുമത്തിയതിനു പുറമെ ഇതിൽ 6 പേർക്കെതിരെ കൂടുതൽ അന്വേഷണം വേണമെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. വാട്സപ്പ് വഴിയും ടെലഗ്രാം വഴിയും സന്ദേശങ്ങൾ കൈമാറിയിരുന്ന സംഘത്തിന്റെ നീക്കങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയതോടെയാണ് കേരളത്തിലെ IS സാന്നിധ്യം പുറം ലോകം അറിഞ്ഞത്. സന്ദേശങ്ങൾ ചോരുന്നുവെന്ന് മനസ്സിലാക്കിയ ഇവർ ഭാവി പരിപാടികൾ തീരുമാനിക്കാൻ ഒത്തുചേർന്നപ്പോഴാണ് കനകമലയിൽ നിന്ന് അറസ്റ്റിലായത്. കേസിലെ പ്രധാന പ്രതി സുബാഹലി ഹാജ മൊയ്തീൻ IS പരിശീലനം നേടി യുദ്ധം ചെയ്തിട്ടുള്ളയാളാണെന്നും NIA വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ IS സമീർ അലി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ IS അനുകൂല പോസ്റ്റുകൾ ഇട്ടിരുന്ന സജീർ മംഗലശ്ശേരിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുൻമന്ത്രി AK ശശീന്ദ്രനെതിരായ ഹണി ട്രാപ്പ് വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘം FIR രജിസ്റ്റർ ചെയ്തു. മംഗളം ചാനൽ CEO അജിത് കുമാർ അടക്കം 9 പേർക്കെതിരെയാണ് കേസ്. ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഗൂഢാലോചന, ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളുടെ ദുരുപയോഗം, IT നിയമലംഘനം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. മുൻമന്ത്രിയായ AK ശശീന്ദ്രനെ കൊടുക്കാൻ ഗൂഢാലോചന നടന്നെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം കേസിൽ FIR രജിസ്റ്റർ ചെയ്തത്. മംഗളം ചാനൽ മേധാവി അജിത് കുമാർ അടക്കം 9 പേർക്കെതിരെയാണ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് മന്ത്രിയെ കുടുക്കിയതെന്ന് ചാനൽ മേധാവി തന്നെ കുറ്റസമ്മതം നടത്തിയ സാഹചര്യത്തിൽ അതുകൂടി കണക്കിലെടുത്താകും പോലീസ് അന്വേഷണം പുരോഗമിക്കുക. ഹണി ട്രാപ്പിൽ പങ്കാളിയായ മാധ്യമപ്രവർത്തകയും കേസിൽ പ്രതിയാകും. എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. വിവാദ ഫോൺ വിളിക്ക് പിന്നാലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരുന്നതിനാകും അന്വേഷണ സംഘത്തിന്റെ പ്രഥമ പരിഗണന. IT നിയമം അനുസരിച്ചുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്.
വ്യാജരേഖ ചമയ്ക്കൽ, ദൃശ്യമാധ്യമത്തിന്റെ ദുരുപയോഗം എന്നിവ ഉണ്ടായതായാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം പോലീസിനും മുഖ്യമന്ത്രിക്കുമായി 10ഓളം പരാതികളാണ് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് മുഖ്യമന്ത്രി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ഐജിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക യോഗവും ചേർന്നു. കഴിഞ്ഞ ദിവസമാണ് സംഭവത്തിൽ ഐജി ദിനേശ് കശ്യപിന്റെ മേൽനോട്ടത്തിലും ഡിവൈഎസ്പി ബിജുമോന്റെ നേതൃത്വത്തിലുമുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹണി ട്രാപ്പ് വിവാദത്തിൽ മംഗളം ടെലിവിഷൻ മാനേജ്മെന്റിനെതിരെ പ്രതിഷേധ മാർച്ചുമായി വനിതാ മാധ്യമ പ്രവർത്തകർ രംഗത്ത്. കേരളത്തിലെ സ്ത്രീകളായ മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയും ഒന്നടങ്കം അപമാനിച്ചതിനുമെതിരെയായിരുന്നു പ്രതിഷേധം. മുതിർന്ന മാധ്യമ പ്രവർത്തക ഗീതാ നസീർ, സരിത വർമ്മ, ഗീതാ ബക്ഷി തുടങ്ങിയവർ മാർച്ചിനെ അഭിസംബോധന ചെയ്തു. തിരുവനന്തപുരത്തും കോഴിക്കോടും വനിതാ മാധ്യമ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കാസർഗോഡ് ചുരിയിലെ മദ്രസ അധ്യാപകൻ മുഹമ്മദ് റിയാസ് വധക്കേസിലെ പ്രതികളെ 5 ദിവസത്തേക്ക് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് തടവുകാരാണ് ഈ കേസിലെ 3 പ്രതികളും. കാസർഗോഡ് കേളുഗുഡൈ സ്വദേശികളായ അജേഷ്, നിതിൻ, അഖിലേഷ് എന്നിവരെയാണ് തെളിവെടുപ്പിന്റെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിൽ ഏറ്റുവാങ്ങിയത്. കാസർഗോഡ് ചൂരിയിലെ മദ്രസാധ്യാപകൻ മുഹമ്മദ് റിയാസ് വധക്കേസിലെ പ്രതികളെ കഴിഞ്ഞ ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ തിരിച്ചറിയൽ പരേഡിന് വിധേയമാക്കിയിരുന്നു. സാക്ഷികളായ അബ്ദുൽ അസീസ് വഹാബി, അബ്ദുൽ അമീദ് എന്നിവർ പ്രതികളെ തിരിച്ചറിഞ്ഞിരുന്നു. തുടർന്നാണ് പ്രതികളെ തെളിവെടുപ്പിനായി വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം മേധാവി ഡോക്ടർ ശ്രീനിവാസൻ കാസർഗോഡ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയത്. തുടർന്ന് 5 ദിവസത്തേക്കാണ് കോടതി പോലീസ് കസ്റ്റഡി അനുവദിച്ചത്. പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും കനത്ത സുരക്ഷയിൽ കാസർഗോഡ് എത്തിച്ച് തെളിവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതികൾക്കെതിരെ UAPA ചുമത്തണമെന്നാവശ്യപ്പെട്ട് ചെറുക്കളം അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയന് നിവേദനം നൽകി. കൊലയ്ക്ക് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പഴയചൂരി ജുമാ മസ്ജിദ് കമ്മിറ്റിയും മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. SSLC കണക്ക് പരീക്ഷാ വിവാദവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കാൻ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ ശുപാർശ. സ്വകാര്യ സ്ഥാപനത്തിന് ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നും ഉഷ ടൈറ്റസ് ആവശ്യപ്പെട്ടു. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറി. SSLC കണക്ക് പരീക്ഷ ചോദ്യപേപ്പർ വീഴ്ചയിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി വകുപ്പ് മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത്. ചോദ്യപേപ്പർ വിവാദവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന സംശയിക്കപ്പെടണമെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇത് തെളിയിക്കപ്പെട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സ്വകാര്യ സ്ഥാപനത്തിന് ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനുമായുള്ള ബന്ധം, അതിനു പിന്നിലെ ഗൂഢാലോചന എന്നിവയുൾപ്പെടെ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ ശുപാർശ. ചോദ്യപേപ്പർ തയ്യാറാക്കൽ കുറ്റമറ്റമാക്കുന്നതിന്റെ ഭാഗമായാണ് റിപ്പോർട്ടെന്ന് സെക്രട്ടറി വ്യക്തമാക്കി. SCERT അധ്യാപകന് നൽകിയ ചോദ്യപേപ്പറും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. ചോദ്യപേപ്പർ തയ്യാറാക്കലിലെ രഹസ്യ സ്വഭാവം പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കണം. ചോദ്യപേപ്പർ തയ്യാറാക്കിയതിൽ പരീക്ഷാഭവന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നും അന്വേഷിക്കണമെന്ന് സെക്രട്ടറി റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പരീക്ഷാഭവന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ വർഷത്തെ SSLC കണക്ക് പരീക്ഷയിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കുകയും വീണ്ടും നടത്തുകയും ചെയ്തിരുന്നു. പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കിയ അധ്യാപകനെയും നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദേശീയ സംസ്ഥാന പാതയോരത്തെ മദ്യശാല നിരോധനം ബാറുകൾക്കും 5 സ്റ്റാർ ഹോട്ടലുകൾക്കും കള്ളുഷാപ്പുകൾക്കും ബാധകമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് പുറമെ ഹൈവേക്ക് സമീപത്തെ എല്ലാ ബാറുകളും ഇന്ന് അർദ്ധരാത്രി മുതൽ പൂട്ടണം. ലൈസൻസ് കാലാവധി അവസാനിക്കാത്ത മേഘാലയ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ബാറുകൾക്ക് സെപ്റ്റംബർ 30 വരെ സമയം നൽകി. 3 സുപ്രധാനമായ കാര്യങ്ങളാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയത്. ദേശീയ സംസ്ഥാന പാതയോരത്തെ മദ്യശാല നിരോധന ഉത്തരവ് 5 സ്റ്റാർ ഹോട്ടലുകൾ, ബിയർ വൈൻ പാർലറുകൾ, ബാറുകൾ, ബിവറേജസ് ഔട്ട്ലെറ്റുകൾ, കള്ള് ഷാപ്പുകൾ, ക്ലബ്ബ് മദ്യശാലകൾ എന്നിവയ്ക്ക് ബാധകമാണ്. ലൈസൻസ് കാലാവധി അവസാനിച്ചിട്ടില്ലാത്ത മേഘാലയ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ബാറുകൾക്ക് മാറ്റി സ്ഥാപിക്കാൻ സെപ്റ്റംബർ 30 വരെ സമയം അനുവദിച്ചു. എന്നാൽ ഇന്ന് ലൈസൻസ് കാലാവധി അവസാനിക്കുന്ന കേരളത്തിലെ ബാറുകൾക്ക് ഈ ഉത്തരവ് ബാധകമായിരിക്കില്ല. 20,000-ൽ താഴെ ജനസംഖ്യയുള്ള തദ്ദേശ ഭരണ പ്രദേശങ്ങളിൽ 500 മീറ്റർ ദൂരപരിധി എന്നത് 220 മീറ്ററാക്കി കുറച്ചു. ഇതോടെ ബിവറേജസ് കോർപ്പറേഷന്റെ 144 ഔട്ട്ലെറ്റുകളും കൺസ്യൂമർ ഫെഡിന്റെ 13 ഔട്ട്ലെറ്റുകളും ഇന്ന് അർദ്ധരാത്രിയോടെ മാറ്റി സ്ഥാപിക്കുകയോ പൂട്ടുകയോ ചെയ്യണം. രാജ്യത്ത് പൂർണ്ണ മദ്യനിരോധനമല്ല, മദ്യപിച്ചുള്ള വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നതിനാൽ പൊതുജന ആരോഗ്യമാണ് വലുതെന്ന്
കോടതി ചൂണ്ടിക്കാട്ടി. ദൂരപരിധി പാലിക്കാൻ സമുദ്രത്തിലോ മലയിലോ മദ്യക്കട സ്ഥാപിക്കേണ്ടി വരുമെന്ന് അറ്റോർണി ജനറലും മലകളിൽ മദ്യക്കട സ്ഥാപിക്കേണ്ട സ്ഥിതിയാണെന്ന് ഹിമാചൽ പ്രദേശ് അഭിഭാഷകരും ചൂണ്ടിക്കാട്ടിയപ്പോൾ മദ്യം കുടിക്കേണ്ടവർ എവിടെയും എത്തുമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് JS കഹാറിന്റെ മറുപടി. ജനങ്ങളുടെ ആരോഗ്യം മുൻനിർത്തിയുള്ള വിധിയെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുമ്പോഴും ബ്യൂക്കോ ഔട്ട്ലെറ്റുകളടക്കം മാറ്റി സ്ഥാപിക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് സംസ്ഥാന സർക്കാരുകളെ വെട്ടിലാക്കും. സുപ്രീം കോടതിയിൽ നിന്നും മനു ശങ്കർ, ദില്ലി. വേലക്കാരിയെ നിരീക്ഷിക്കാൻ ഒളി ക്യാമറ വെച്ച വീട്ടുകാർക്ക് കിട്ടിയത് വേലക്കാരിക്ക് പ്രേതബാധ കൂടുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ. സിംഗപ്പൂരിലെ ഒരു അപ്പാർട്ട്മെന്റിലെ ദൃശ്യങ്ങളാണ് പുറത്തായിരിക്കുന്നത്. കാഴ്ചയിലേക്ക്. വീട്ടുവേലക്കാരിയുടെ രഹസ്യ നീക്കങ്ങൾ അറിയാനാണ് സിംഗപ്പൂരിലെ നൂറൽ ബേക്കർ വീട്ടിൽ ഒളി ക്യാമറ സ്ഥാപിച്ചത്. എന്നാൽ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ കണ്ടതോടെ വീട്ടുകാർ ശരിക്കും ഞെട്ടി. വേലക്കാരിക്ക് പ്രേതബാധ കൂടുന്നതാണ് ക്യാമറയിൽ പതിഞ്ഞത്. വേലക്കാരിയുടെ അസാധാരണവും ബാധകേറിയതും വിചിത്രവുമായ പെരുമാറ്റവും കാണപ്പെട്ട വീഡിയോ വീട്ടുകാർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. ദൃശ്യത്തിൽ പ്രേതത്തെ പോലെ വെള്ള വസ്ത്രമണിഞ്ഞ് കൈകൾ പിന്നിൽ കെട്ടി വളഞ്ഞ് മുഖത്തേക്ക് മുടിച്ചിതറി പ്രേതത്തെ പോലെയാണ് വേലക്കാരി പെരുമാറുന്നത്. മൃതദേഹത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ മുഖമെല്ലാം വെളിറി വെളുത്തും വിചിത്രമായ രീതിയിലുമുള്ള ചലനങ്ങളുമായാണ് വേലക്കാരി പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ വേലക്കാരി അഭിനയം നടത്തുകയായിരുന്നുവെന്നും വീട്ടുകാരും വേലക്കാരിയും ചേർന്ന് നടത്തിയ നാടകമാണെന്നും ചിലർ സോഷ്യൽ മീഡിയയിൽ ആരോപിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്. ടോയ്ലറ്റിൽ രക്തം കണ്ടതിനെ തുടർന്ന് വാർഡൻ പെൺകുട്ടികളെ നഗ്നരാക്കി. വാർഡന്റെ ഉടുപ്പഴിപ്പിക്കൽ ശിക്ഷയ്ക്കെതിരെ 70 പെൺകുട്ടികൾ പരാതിയുമായി രംഗത്തെത്തി. ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലുള്ള സ്കൂളിലാണ് സംഭവം. പരാതിയെ തുടർന്ന് വാർഡൻ സസ്പെൻഷനിലായി. റിപ്പോർട്ടിലേക്ക്. ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലുള്ള കസ്തൂർബ ഗാന്ധി ഗേൾസ് റെസിഡൻഷ്യൽ സ്കൂളിലാണ് സംഭവം. വാർഡൻ 70ഓളം പെൺകുട്ടികളെ നഗ്നരാക്കി ആർത്തവ രക്തം പരിശോധിച്ചുവെന്നാണ് പരാതി. മറ്റ് അധ്യാപകരൊന്നും സ്കൂളിൽ ഇല്ലാത്ത സമയത്താണ് വാർഡൻ കുട്ടികളെ അപമാനിച്ചത്. ടോയ്ലറ്റിൽ രക്തത്തിന്റെ അംശം കണ്ട വാർഡൻ തങ്ങളെ വിവസ്ത്രരാക്കി പരിശോധിക്കുകയായിരുന്നുവെന്ന് ഒരു വിദ്യാർത്ഥി പറഞ്ഞു. സ്ത്രീയായ വാർഡൻ കുട്ടികളെല്ലാം വിളിപ്പിച്ച് നഗ്നരാവാൻ ആവശ്യപ്പെട്ടു. അനുസരിക്കാത്തവരെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു. തങ്ങളെ വളരെയധികം അപമാനിക്കുന്ന പ്രവർത്തനമാണ് വാർഡന്റെ ഭാഗത്തു നിന്നുമുണ്ടായതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ശക്തമായ നടപടികൾ വേണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. കുട്ടികളുടെ രക്ഷിതാക്കളും വാർഡനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ആരോപണം വാർഡൻ നിഷേധിച്ചു. കർക്കശക്കാരിയായതിനാൽ തന്നെ പുറത്താക്കാനുള്ള ശ്രമങ്ങളാണ് പിന്നിലെന്ന് വാർഡൻ പറഞ്ഞു. പരാതിക്ക് പിന്നിൽ മറ്റു ജീവനക്കാരുടെ പ്രേരണയുണ്ടെന്നും വാർഡൻ പറയുന്നു. എന്നാൽ പരാതിയെ തുടർന്ന് വാർഡനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തര അന്വേഷണം ആരംഭിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി ശ്രീകാന്ത് ശർമ്മയും വ്യക്തമാക്കി. അതേസമയം ആർത്തവകാലത്ത് സ്ത്രീകൾ അശുദ്ധയാണെന്ന KPCC അധ്യക്ഷൻ MM ഹസന്റെ പരാമർശം ദേശീയതലത്തിൽ വിവാദമായിരുന്നു. ഇതിനെതിരെ മനുഷ്യാവകാശ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് വാർഡന്റെ മനുഷ്യത്വരഹിതമായ നടപടി കൂടി പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്. മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രമുഖ ഓൺലൈൻ ചാനലിന്റെ CEOയ്ക്കെതിരെ ലൈംഗിക ആരോപണം. മുൻ ജീവനക്കാരുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തു. ഇതേ തുടർന്ന് നിരവധി യുവതികൾ പരാതിയുമായി രംഗത്തെത്തി. റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് സമാപിക്കുന്നു. നമസ്കാരം. വൈറൽ ഫീവേഴ്സ് സ്ഥാപകനും CEOയുമായ അരുണാബ് കുമാറിനെതിരെയാണ് മുംബൈ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മുൻ ജീവനക്കാരുടെ പരാതിയെ തുടർന്ന് ലൈംഗിക പീഡനത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. TVFൽ 2014 മുതൽ 2016 വരെ ജോലി ചെയ്ത ഒരു യുവതിയാണ് അരുണാഭിനെതിരെ ആദ്യം ആരോപണവുമായി രംഗത്ത് വന്നത്. ഇന്ത്യൻ ഫോളർ എന്ന പേരിലുള്ള ബ്ലോഗിലാണ് ഇവർ അരുണാഭിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. നിരവധി തവണ അരുണാഭ് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തതായി സ്ത്രീ വെളിപ്പെടുത്തുകയായിരുന്നു. ഇതിനു പിന്നാലെ കൂടുതൽ യുവതികളും സമാനമായ ചൂഷണത്തിന് ഇരയായിട്ടുണ്ടെന്ന് വ്യക്തമാക്കി രംഗത്തെത്തി. എന്നാൽ അരുണാഭിനെതിരെ കേസെടുക്കാൻ കാരണമായ പരാതിക്കാരിയുടെ പേര് പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പോലീസ് കേസെടുത്തതോടെ ആരോപണങ്ങൾ TVF നിഷേധിച്ചു. ബ്ലോഗിൽ വന്ന ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും TVFനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണെന്നുമാണ് ആരോപണം. മറ്റുള്ളവരെ പോലെ തന്നെ എതിർലിംഗത്തിലുള്ളവരോട് ആകർഷണം തോന്നുന്ന വ്യക്തി തന്നെയാണ് താനെന്നും അവിവാഹിതൻ കൂടിയായ താൻ ആകർഷണം തോന്നുകയാണെങ്കിൽ യുവതികളോട് അക്കാര്യം തുറന്നു പറയാറുണ്ടെന്നും അതിൽ തെറ്റില്ലെന്നും അരുണാഭ് പ്രതികരിച്ചു. ITI ബിരുദധാരിയായ അരുണാഭ് 2011ലാണ് ഓൺലൈൻ TV സ്ഥാപിച്ചത്. അതേസമയം അരുണാഭിനെ ഉടൻ അറസ്റ്റ് ചെയ്യില്ലെന്ന് DCP അശ്വിനി സെനാപ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്.